രജിത്തേട്ടൻ്റെ പേരിലായിരുന്നു ഏറ്റവും അധികം നമുക്കെല്ലാവർക്കും സൈബർ ബുള്ളിങ് ഉണ്ടായത്. പക്ഷേ അത് മുഴുവനായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നെങ്കിൽ ആ ബുള്ളിങ് ഒന്നും ഉണ്ടാവില്ല. കാരണം അതിന് മുന്നേ ഈ പുള്ളി മാറി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ ചെന്ന് ചേട്ടനെ വിളിച്ചു, ചേട്ടാ വായട്ട കഴിക്കാൻ വായട്ട, ഇതൊന്നും പക്ഷേ വരില്ല. പുള്ളി മാറ്റിയിരുത്തുന്നത് എല്ലാരും പറയും വെൽ എഡിറ്റഡ് ഷോ ആണ് ബിഗ് ബോസ് അല്ലേ? അത് അന്നായിരുന്നു. പക്ഷെ ഇപ്പൊ 24 വന്നപ്പോൾ കുറെയൊക്കെ അത് മാറി. പക്ഷെ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, രജിത്തിന് ഇത്രയും സപ്പോർട്ട്, പബ്ലിക് സപ്പോർട്ട് ഉണ്ട് എന്നൊരു പക്ഷെ നിങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് വെക്കുക അതിനുള്ളിലിരിക്കുമ്പോൾ, അങ്ങനെ ആയിരുന്നെങ്കിലും നിങ്ങളുടെ ആക്ഷനും റിയാക്ഷനും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അറിഞ്ഞിരുന്നല്ലോ. നമുക്ക് ഓരോ വട്ടം അദ്ദേഹം സേഫ് ആകുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആൾക്കാരുടെ ക്ലാപ്പും അവിടുത്തെ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹം നല്ല സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണെന്ന്. പക്ഷെ നമ്മൾക്ക് എങ്ങനെയാ അങ്ങനെ സ്വിച്ച് ഇടാൻ പറ്റില്ലല്ലോ. ഓക്കെ. എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അദ്ദേഹം എന്നെ പേഴ്സണലി എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ. കാരണം ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ അച്ഛൻ്റെ ചെറിയ ചായ ഉണ്ടായിരുന്നു പുള്ളിക്ക്. പക്ഷെ അത് പറയണ്ടെന്ന് എൻ്റെ കൂടെയുള്ളൊരു കോ ആർട്ടിസ്റ്റ് പറഞ്ഞുകൊണ്ടാണ്, കണ്ടസ്റ്റൻസ് പറഞ്ഞുകൊണ്ടാണ് ഞാനത് എവിടെയും പറയാതെ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് വെച്ച് കളിക്കുന്ന പോലെ ആയിപ്പോവും. അങ്ങനെ അതുകൊണ്ട് പറയണ്ട. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിക്കണമായിരുന്നു. നമുക്ക് കളി അറിയില്ലല്ലോ.